അച്ഛനെന്ത് പറയുന്നു? സാറിന് നല്ല വിഷമമുണ്ട്. ഞാൻ എന്തായാലും പോലീസിൽ അറിയിക്കുന്നുണ്ട്. വേണം, പോലീസിന്റെ സംരക്ഷണം വേണം. അല്ലെങ്കിൽ ദേവിക്കും നന്ദനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആപത്ത. വേണ്ടത് ഞാൻ ചെയ്തോളാം, നീ വിഷമിക്കണ്ട. എനിക്ക് ബലരാമൻ അങ്കിളിനോട് ദേഷ്യം കൂടുക. ഇത്രയൊക്കെ ആയിട്ടും അങ്കിൾ ഏറ്റു പറയുന്നില്ലല്ലോ തനുജ അങ്ങളുടെ മോളാണെന്ന്. ആരുടെങ്കിലും ഒരാളുടെ ജീവൻ പോകുന്ന കണ്ടാലേ അങ്കിളിനെ അടങ്ങത്തുള്ളൂ. അച്ഛൻ സ്റ്റേഷനിലേക്ക് പോണം. എത്രയും പെട്ടെന്ന് തനുജ അറസ്റ്റ് ചെയ്യിക്കണം. വരട്ടെ, നമുക്കത് ആലോചിച്ച് ചെയ്യാം. ആലോചിച്ച് ചെയ്യാനോ? എന്താ സ്റ്റേഷനിൽ വിളിച്ചു പറയാൻ ഇനി നാളും ജാതകവും ഒക്കെ നോക്കണോ? നന്ദാ, നീ സ്റ്റേഷനിലേക്ക് വിളിക്ക്. വേണ്ട, ആദ്യം രജനിയെ കണ്ടിട്ട് ഗിരീഷ് ഒന്ന് വന്നോട്ടെ. ഗിരീഷുമായി ആലോചിച്ചു മതി എന്തും. ഗിരീഷിന്റെ ഭാര്യ രജനി. ഗിരീഷ് പറഞ്ഞോ പോലീസിൽ അറിയിക്കണ്ടെന്ന്? അച്ഛാ, പോലീസിൽ അറിയിക്കണം. പക്ഷെ അതിനു മുൻപ് ബലരാമൻ അങ്കിളിനെ ഈ കാര്യം അറിയിക്കേണ്ടത്. തനുജയെ മകളായി സ്വീകരിക്കണമെന്ന് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അത് ശരി. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറയുന്ന പോലെയാണല്ലോ സിദ്ധുവിന്റെ ദേഷ്യം. ബലരാമനോടും മേരി തോമസിനോടും ഒക്കെ കാണിക്കണം സിദ്ധുവിന്റെ ഈ ദേഷ്യം. ഒന്ന് പതുക്കെ സംസാരിക്കും. ഇത് ആശുപത്രിയാ. ആരെക്കുറിച്ചാ പറയുന്നെന്ന് ബോധം വേണം. അമ്മേ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എല്ലാരും ശ്രദ്ധിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. പ്രശ്നങ്ങൾ ഇത്രയും വഷളായിട്ടും അച്ഛൻ ഒരു കുലുക്കലെന്ന് വെച്ചാൽ കഷ്ടമാണ്. പോലീസിൽ അറിയിക്കുന്നതിന് അച്ഛൻ പേടിക്കുന്നതിനാ. മകളെ ജയിലിൽ കയറ്റുന്നതിന് ബലരാമനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അവളെ മകളായിട്ടങ്ങ് ഏറ്റെടുക്കാൻ പറയണം. അതെന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിന്റെ ഉപദേശം വേണ്ട. ഞങ്ങളുടെ ഉപദേശം നേരത്തെ കേട്ടിരുന്നെങ്കിൽ മോളിങ്ങനെ കുത്തുകൊണ്ട് കിടക്കില്ലായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും സിദ്ധുവിന്റെ മനസ്സ് മാറുന്നില്ലല്ലോ. എത്രയോ മുൻപേ ഞാൻ പറഞ്ഞതാ. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിലോ ഇന്ന് ഈ അവസ്ഥ വരുമായിരുന്നോ? അമ്മേ, പതുക്കെ. ഗിരീഷേട്ടൻ അമ്മ വരുന്നു. ഞാൻ എന്തായാലും പോലീസ് അറിയിക്കാൻ പോവാ. നന്ദാ, വേണ്ട. പറയുന്ന അനുസരിക്ക്. അച്ഛൻ വിട്ടെ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ നീ? ശരി, വേണ്ട. പോലീസ് പറയുന്നില്ല. ഞാൻ നേരിട്ട് തന്നെ അവളോട് ചോദിച്ചോളാം. എന്താ? നന്ദു, വേണ്ട. എന്നെ തടയണ്ട. ഞാൻ ചോദിക്കാം അവളോട്. വിട്. ഏയ് നന്ദാ, എന്താ? നന്ദൻ എവിടെ പോയതാ? എന്താ മോളെ? ആ തനുജയെ കാണാനെന്നും പറഞ്ഞ നന്ദു പോയത്. പോലീസിൽ അറിയിക്കില്ലേ ആദ്യം വേണ്ടേ? രജനി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട.
ഞാൻ പറഞ്ഞല്ലോ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാന്ന്. നീ സമാധാനായിട്ട് കിടക്ക്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല ഗിരി. ഏയ് കൂടുതൽ സ്ട്രെയിൻ എടുക്കല്ലേ മാഡം? സമാധാനായിട്ട് കിടന്നു. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.